ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് തിരുക്കുടുംബത്തിന് തിരുനാൾ ദിവസമാണ്. നിൻ്റെ കുടുംബത്തെ പ്രത്യേകമായിട്ട് തിരുക്കുടുംബത്തോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിൻ്റെ കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 23-ാം തിരുവചനം, അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. തിരുക്കുടുംബത്തെക്കുറിച്ചാണ് പറയുക. തിരുക്കുടുംബത്തിന് ഭീഷണിയാകുന്ന അവസരത്തിൽ യൗസേപ്പിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടവർ പറയാണ്, നീ ശിശുവിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. യോസേപ്പ് ആ രാത്രി തന്നെ പലായനം ചെയ്യണം, ദൂതൻ പറഞ്ഞ പോലെ. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം പറയുകയാണ്, ഇനി തിരിച്ച് ഇങ്ങോട്ട് നസ്രത്തിലേക്ക് പോവുക. അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് പാർത്തു കഴിഞ്ഞ് പറയാണ്, ഇത് തിരുവചനം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടയായെന്ന് പറയാം. ദൈവം കൊടുത്ത ദൂതുകൾ, ദൈവം സ്വപ്നത്തിൽ കൊടുത്ത ദൂതുകൾ യോസേപ്പ് പിതാവ് അല്ലെങ്കിൽ തിരുക്കുടുംബം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ വചനം പറയുകയാണ്, അത് തിരുവചനങ്ങളുടെ പൂർത്തീകരണമായി തീർന്നു. നിൻ്റെ ജീവിതത്തിലെ ദൈവം തരുന്ന ദൂതുകൾക്ക് നീ വില കൊടുത്തു കഴിഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിൽ വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്നിലൂടെ, നിൻ്റെ കുടുംബത്തിലൂടെ, നിൻ്റെ ചുറ്റുപാടുകളിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ദൂതിനാണ് ജീവിതത്തിന് വില കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതമാണ് നിന്നിലൂടെ, നിൻ്റെ കുടുംബത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹിതത്തിന് ജീവൻ കൊടുക്കുവാനും നിന്റെ ഹിതം നിരന്തരം അന്വേഷിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ കൃപ നൽകണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ അനുഗ്രഹങ്ങളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ പോലൊരു